إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സൂറത്തു സുമറിലെ 13-ാമത്തെ ആയത്താണ് നമ്മൾ വായിച്ചത്. ഖുൽ ഇന്നി അഖാഫു ഇൻ അസൈതു റബ്ബി അദാബ യൗമിൻ അളീം. പറയുക, ഇന്നി അഖാഫു ഇൻ അസൈതു റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് ധിക്കാരം കാണിച്ചാൽ ഞാൻ ഭയപ്പെടുന്നു. അദാബ യൗമിൻ അളീം, ഭയാനകമായ ഒരു ദിവസത്തെ ശിക്ഷയെക്കുറിച്ച്. ഈ വചനത്തിന് ഇമാം സഅദി നൽകിയിട്ടുള്ള വ്യാഖ്യാനം, ഖുൽ ഇന്നി അഖാഫു ഇൻ അസൈതു റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനെ ധിക്കരിക്കുന്ന പക്ഷം ഞാൻ ഭയപ്പെടുന്നു. ഫീമ അമറനി ബിഹി മിനൽ ഇഖ്ലാസ് വൽ ഇസ്ലാം, ഏത് കാര്യത്തിലാണ് ധിക്കാരം? ഫീമ അമറനി ബിഹി, അവൻ എന്നോട് കൽപ്പിച്ച കാര്യത്തിൽ. അള്ളാഹു മനുഷ്യരോട് കൽപ്പിച്ച കാര്യത്തെ രണ്ട് വാക്കുകളിൽ അദ്ദേഹം ഒതുക്കി. അദ്ദേഹം പറഞ്ഞു മിനൽ ഇഖ്ലാസ് വൽ ഇസ്ലാം. ആ മിന്ന് ലിൽ ബയാൻ, കൽപ്പിച്ചിട്ടുള്ളത് ഒന്ന് ഇഖ്ലാസാണ്. വഹുവ തൗഹീദ്, ഇഫ്റാദുല്ലാഹി ബിൽ ഇബാദ, അതാണ് ഇഖ്ലാസ്. രണ്ടാമത്തേത് വൽ ഇസ്ലാം. ഇസ്ലാം എന്ന് പറയുന്നതിൽ ഈ പറഞ്ഞ തൗഹീദ് ഉണ്ട്. അതിനു പുറമെ അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ് വൽ ഇൻഖിയാദു ലഹു ബിത്വാഅ വൽ ബറാഅതു മിനശ് ശിർക്കി വ അഹ്ലിഹി, ഈ മൂന്ന് കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് അൽ ഇസ്തിസ്ലാം, പൂർണ്ണമായ വിധേയത്വം. അത് അള്ളാഹുവിന് വിധേയത്വം കാണിക്കണം പൂർണ്ണ രൂപത്തിൽ. ബിത്തൗഹീദ്, അവന്റെ ഏകത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്. വൽ ഇൻഖിയാദു ലഹു ബിത്വാഅ, അള്ളാഹുവിന് വഴങ്ങണം അവൻ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അനുസരിച്ചുകൊണ്ട്. അള്ളാഹ് പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഫിൽ അഹ്കാം വൽ അഖ്ബാർ, അഹ്കാമുകളിൽ നമ്മൾ അവന് വഴങ്ങണം, അവന്റെ വിധി വിലക്കുകൾക്ക്. വൽ അഖ്ബാർ, അവൻ നമ്മെ അറിയിച്ചിട്ടുള്ള വാർത്തകൾ, വൃത്താന്തങ്ങൾ.
ആ കാര്യങ്ങൾ നമ്മൾ സത്യപ്പെടുത്തണം. വൽഇൻഖിയാദു ലഹു ബിത്ത്വാഅ വൽബറാഅതു മിനശ് ശിർക്കി വഅഹ്ലിഹി. മൂന്നാമത്തേത് ഷിർക്ക് ചെയ്യുന്ന ആളുകൾ, അവർ അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന വ്യാജ ദൈവങ്ങൾ, ആ വ്യാജ ദൈവങ്ങൾക്ക് അവർ സമർപ്പിക്കുന്ന ആരാധനാ രൂപങ്ങൾ, അവയിൽ നിന്നെല്ലാം തീർത്തും പേർത്തും ഒഴിയുക തന്നെ വേണം. അതാണ് ഇസ്ലാം. ഈ വക വിഷയങ്ങളിൽ അള്ളാഹുവിന്റെ കൽപ്പനാവിലക്കുകളെ ഞാൻ ധിക്കരിക്കുന്ന പക്ഷം അവൻ എന്നെ ശിക്ഷിക്കും എന്നുള്ള കാര്യത്തെ ഞാൻ ഭയപ്പെടുന്നു എന്ന്. അദാബ യൗമിൻ അളീം, ഭയാനകമായ ഒരു ദിവസത്തിന്റെ ശിക്ഷ അഥവാ അന്ത്യനാളിലെ ശിക്ഷ. ആ ശിക്ഷയെ ഭയപ്പെടുന്നു എന്ന് പറയുന്നതിന്റെ സാങ്കത്യം എന്താണ്? യഖ്ലുദു ഫീഹി മൻ അശ്റക്, ആരാണോ ഇഖ്ലാസിൽ വീഴ്ച വരുത്തിയത് അഥവാ ശിർക്ക് ചെയ്തത്, അവൻ ആ ശിക്ഷയിൽ ശാശ്വതമായി കഴിച്ചുകൂട്ടേണ്ടി വരും. ഖലദ യഖ്ലുദു, ഖാലിദീന ഫീഹ നമുക്കറിയുന്ന വാക്കാണ്. വൽ ഖുലൂദ്, ഖുലൂദ് എന്ന് പറഞ്ഞാൽ ശാശ്വതമായി കഴിച്ചുകൂട്ടുക. ഈ ഖുലൂദ് ഒരു ഖുർആനികമായ ശബ്ദമാണ്. ഖുർആനിൽ ഖുലൂദ് വന്നതിനെ നമ്മൾ പരിശോധിച്ചാൽ വൽ ഖുലൂദു യൻഖസിമു ഇലാ ഖിസ്മൈൻ, രണ്ടായിട്ടത് വേർതിരിയുന്നത് കാണാം. അൽ അവ്വൽ അൽ ഖുലൂദുൽ അബദി വസ്സാനി അൽ ഖുലൂദുൽ അമദി. ഒന്നാമത്തേത് ഖുലൂദ് അമദി, അബദി അമദി രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അബദി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനറ്റമല്ല. ഇല അബദിൽ ആബിദീൻ, അറ്റമില്ലാത്ത, അതിന് പിന്നെ ഒരറ്റമില്ല, അതിൽ തന്നെ തുടരുകയല്ലാതെ അത് ഒരിക്കലും ഒരു ഘട്ടത്തിലും അത് അവസാനിക്കാൻ പോകുന്നില്ല. ഈ ഖുലൂദിനെ സൂചിപ്പിക്കാൻ അള്ളാഹു പറയുന്നത് ഖാലിദീന ഫീഹ അബദൻ, അവരതിൽ ശാശ്വതരാണ് എന്ന് പറഞ്ഞു. ഖാലിദീന പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അതിന്റെ രൂപം വിശദീകരിക്കാൻ വേണ്ടി അബദൻ എന്നുമെന്നും, അതുകൊണ്ട് ഖുലൂദ് അബദി, പിന്നെ ആ അവസ്ഥക്കൊരു മാറ്റമില്ല. രണ്ടാമത്തത് ഖുലൂദുൻ അമദി, അമദുണ്ട്. അമദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീർഘമായ യുഗങ്ങൾക്കാണ് അമദ് എന്ന് പറയാം. പക്ഷേ എത്രയേറെ ദൈർഘ്യമേറിയ യുഗങ്ങളാണെങ്കിലും അവസാനം അതിനൊരറ്റമുണ്ടാകും, അതിനൊരറ്റമുണ്ടാകും. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്ന ഖുലൂദ് എന്ന് പറയുന്നത് ഷിർക്കുൻ അക്ബർ ആണെങ്കിൽ അവിടെ വഫീഹി തഫ്സീൽ, ഒരാൾ ഷിർക്കുൻ അക്ബറോട് കൂടിയാണ് മരണപ്പെട്ടു പോയതെങ്കിൽ യഖ്ലുദു ഫീഹ്, ആ ശിക്ഷയിൽ അയാൾ ശാശ്വതനാകുമെന്ന് പറയുന്നത് ഖുലൂദൻ അബദിയൻ, അബദിയായ ഖുലൂദാണ്. എന്നാൽ അതിൽ താഴെയുള്ള കാര്യങ്ങളാണെങ്കിൽ അത് ഷിർക്ക് അസുഗറോ അല്ലെങ്കിൽ ബിദ്അത്തുകളോ അതല്ലെങ്കിൽ മറ്റുള്ള മഅസിയത്തുകൾ കബായിറുകൾ പോലുള്ളതോ ഒക്കെയാണെങ്കിൽ അയാൾ നരകത്തിൽ ശാശ്വതമാണ്. പക്ഷെ ആ ഖുലൂദ് ഖുലൂദുൻ അമദിയുൻ, അതിന് ഒരറ്റമുണ്ടാകും. ഇനി അതിൽ താഴെയുള്ള കാര്യങ്ങളാണെങ്കിൽ ഒരാൾ മഅസിയത്ത് ചെയ്താൽ വഹുവ ഫീ മശിഅത്തില്ല ഇൻഷാ അഅദബഹു വഇൻഷാ ഗഫറ ലഹു, അവൻ അല്ലാഹുവിന്റെ മശിഅത്തിലാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ ശിക്ഷിക്കും. ഇനി ശിക്ഷിക്കുകയാണെങ്കിലോ അയാൾ ചെയ്ത തെറ്റിന് മാത്രം ശിക്ഷ കൊടുക്കും, എന്നിട്ട് അദ്ദേഹത്തെ അയാളെ രക്ഷപ്പെടുത്തിയെടുക്കും. കാരണം അള്ളാഹു അവൻ ഏറ്റവും നീതിമാനാണ്. വമാ റബ്ബുക ബിളല്ലാമിൻ ലിൽ അബീദ്, നിന്റെ റബ്ബ് അടിയാറുകളോട് ഒരു തരിമ്പ് പോലും ദുൽമ് കാണിക്കാത്തവനാണ്. അവൻ നൽകുന്ന ശിക്ഷ അത് തീർത്തും നീതിപൂർവകമാണ്. അതുകൊണ്ട് അവൻ ചെയ്ത, ഒരു മനുഷ്യൻ ചെയ്ത തെറ്റിന് അനുരൂപമായിട്ടുള്ള ശിക്ഷ നൽകും. എന്നിട്ട് അവസാനം അയാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരികയും ചെയ്യും. വയുആഖബു ഫീഹി മൻ അസ യഖ്ലുദു ഫീഹി മൻ അശ്റക്,
ഷിർക്ക് ചെയ്ത ആളുകൾ അതിൽ ഖാലിദീങ്ങളാകും. ഷിർക്ക് അക്ബർ ആണെങ്കിൽ ഖുലൂദ് അബദിയാണ്, ഷിർക്ക് അസ്ഗർ ആണെങ്കിൽ അത് ഖുലൂദ് അമദിയാണ്. വയുആഖബു ഫീഹി, ആഖബ യുആഖിബു, ശിക്ഷിക്കപ്പെടും. ആഖബ ശിക്ഷിച്ചു, ഇഖാബ്. യുആഖബു അൽ മബ്നിയു ലിൽ മജ്ഹൂൽ, ആ ക്രിയാരൂപം പാസീവ് വോയിസ് ആണ്. യുആഖബു, അവൻ ശിക്ഷിക്കപ്പെടും. ഫീഹി, ആ ഫിൽ അദാബ്, ആ ശിക്ഷയിൽ. മൻ അസ്വ, ആരെയാണ് ആ നരകശിക്ഷയിൽ കൊണ്ടുപോയി ആളെ ശിക്ഷിക്കാൻ പോകുന്നത്? ധിക്കാരം കാണിച്ച ആളുകളെ. ധിക്കാരം കാണിച്ച ആളുകൾക്ക് അവർ ചെയ്ത ധിക്കാരത്തിന് അനുരൂപമായിട്ട് അള്ളാന്റെ ശിക്ഷ വരും. ഈ കാര്യമാണ് ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇന്നി അഖാഫു ഇൻ അസൈതു റബ്ബി അദാബ യൗമിൻ അളീം. ആ യൗമുൻ അളീം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അദാബ യൗമിൻ അളീം, അത് ഭയാനകമായ ദിവസം. യൗമുൻ അളീം എന്ന് പറഞ്ഞിട്ടുള്ളത് വേറെയും ഖുർആനിൽ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത് ലിയൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിനെ ഉദ്ദേശിച്ചിട്ടാണ്. അപ്പോ ആ വാചകം കഴിഞ്ഞു, നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ കിട്ടും. ഖുൽ ഇന്നി അഖാഫു ഇൻ അസൈതു റബ്ബി ഐ ഫീമാ അമറനി ബിഹി മിനൽ ഇഖ്ലാസ് വൽ ഇസ്ലാം. അവിടെ മിന്ന് ലിൽ ബയാൻ, മാ അമറനി ബിഹി. ആ മാ അമറനി ബിഹി എന്നതിന്റെ ബയാനാണ്, അതിനുള്ള ഒരു എക്സ്പ്ലനേറ്ററിയാണ് മിനൽ ഇഖ്ലാസ് വൽ ഇസ്ലാം. ഇഖ്ലാസ് നമുക്കറിയാം, ഇസ്ലാം നമുക്കറിയാം. അതിനൊക്കെ പറയപ്പെട്ടിരിക്കുന്ന നിർവചനങ്ങളിലൂടെ തന്നെ ആ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അദാബ യൗമുൻ അളീം, ആ യൗമുൻ അളീമിന്റെ ശിക്ഷ അത് 2 തരത്തില് 3 തരത്തില് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഹുലൂദ് പറഞ്ഞു, ഹുലൂദ് തന്നെ 2ആണ്, അബദിയാണ് അമദിയാണ്. ഇനി ഹുലൂദ് അല്ലാത്ത ശിക്ഷയുണ്ട്, അതാർക്കാണ്? അഹ്ലുൽ മഅസിയ, മഅസിയത്ത് ചെയ്ത ആളുകൾക്ക്. അവർ മഅസിയത്ത് ചെയ്ത ആളുകൾ വഹും ഫി മശിഅത്തില്ലാ ഇൻഷാ അദബ വഇൻഷാ ഗഫറ ലഹ്. ഇനി ശിക്ഷിക്കുകയാണെങ്കിൽ തന്നെ ചെയ്തതിനു മാത്രം ശിക്ഷിക്കും. വഹുവ അർഹമുർ റഹീമീൻ വമാ റബ്ബുക ബിളല്ലാമിൻ ലിൽ അബീദ്. ഇതാണ് ഇതിന്റെ കാര്യം. ഇനി അടുത്ത ആയത്തിലേക്ക് പോകാം. ആയത്ത് നമ്പർ 14. ഖുലില്ലാഹ അഅ്ബുദു മുഖ്ലിസൻ ലഹു ദീനി ഫഅ്ബുദൂ മാ ശിഅ്തും മിൻ ദൂനിഹി ഖുലില്ലാഹ അഅ്ബുദു മുഖ്ലിസൻ ലഹു ദീനി ഫഅ്ബുദൂ മാ ശിഅ്തും മിൻ ദൂനിഹി ഖുൽ ഇന്നൽ ഖാസിരീന അല്ലദീന ഖസിറൂ അൻഫുസഹും വഅഹ്ലീഹിം യൗമൽ ഖിയാമ അലാ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. അലാ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. ഖുൽ, പറയൂ നബിയെ, ഖുലില്ലാഹ, അല്ലാഹുവിനെ മാത്രം, അഅ്ബുദു, ഞാൻ ആരാധിക്കുകയുള്ളൂ, മുഖ്ലിസൻ, അത് തന്നെയും ഇഖ്ലാസോട് കൂടി, അത് തന്നെയും ഇഖ്ലാസോട് കൂടി. ഇഖ്ലാസ് എങ്ങനെയാണ് ചെയ്യുന്നത്? ഏത് രൂപത്തിലാണ് ഇഖ്ലാസ് വരുത്തുന്നത്? ലഹു ദീനി, എന്റെ കീഴ്വണക്കം അത് അവന് മാത്രമായ നിലയിലാണ്. അങ്ങനെ ഞാൻ ആരാധന ചെയ്യുള്ളൂ എന്ന കാര്യം പറഞ്ഞേക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മനുഷ്യരാശിക്ക് മാത്രമല്ല ജിന്നുവർഗത്തിനുമുള്ള മാതൃകയും അധ്യാപകനുമായി നിയമിക്കപ്പെട്ടിരിക്കുന്ന മുഹമ്മദ് നബിയോട് തന്റെ ജീവിതം എങ്ങനെ ചിട്ടപ്പെടുത്തുന്നു, എങ്ങനെ ക്രമീകരിക്കുന്നു എന്ന കാര്യത്തെക്കുറിച്ച് തുറന്ന് പ്രഖ്യാപിക്കാൻ അള്ളാഹു ആവശ്യപ്പെടുകയാണ്. അതിൽ അല്ലാഹ, ഖുൽ എന്നതിന് ശേഷം അല്ലാഹ, അത് മഫ്ഊൽ ബിഹി മൻസൂബാണ്. അല്ലാഹുവിനെ, സാധാരണഗതിയിൽ അറബി വാചകത്തിനുള്ള ഒരു സ്വാഭാവികമായ ക്രമമുണ്ട്. അൽ ഫിഅലു സുമ്മൽ ഫാഇലു സുമ്മൽ മഫ്ഊലു ബിഹി, അതാണ് അതിന്റെ സ്വാഭാവികമായ ക്രമം. ആദ്യം ക്രിയക്ക് ശേഷം കർത്താവ്, കർത്താവിന് ശേഷം കർമ്മം. അങ്ങനെയാണെങ്കിൽ അഅ്ബുദുല്ലാഹ എന്നാണ് പറയേണ്ടത്. അഅ്ബുദുല്ലാഹ. അപ്പൊ അഅ്ബുദു എന്ന് പറയുന്നത് ക്രിയയാണ്. അതിന്റെ ഫാഇല് അതിൽ തന്നെയുള്ള ദമീർ മുസ്തതിർ
തഖ്ദീറുഹു ഹുവ, തഖ്ദീറുഹു അന, അന എന്ന് നമുക്ക് സങ്കല്പിക്കാവുന്ന ലമീർ അതിൽ ഹിഡൻ ആയിട്ടുണ്ട്. അത് ഫാഇല്. അപ്പൊ ഫിഅലും ഫാഇലും കഴിഞ്ഞു. ശേഷം മൂന്നാമതായിട്ടാണ് അല്ലാഹ. അവിടെ കലിമത്തുൽ ജലാല വന്നിരിക്കുന്നത് മഫ്ഊലു ബിഹി മൻസൂബായിട്ടാണ്. എന്നാൽ ആ മഫ്ഊലു ബിഹി മൻസൂബായിട്ടുള്ള ആ കലിമയെ ഫിഅലിന്റെ മുന്നിലേക്ക് വെച്ചത് എന്തിനു വേണ്ടിയാണ്? ഒന്ന് ലിൽ ഇഹ്തിമാം, മറ്റൊന്ന് ലിൽ ഹസ്ർ. ഈ രണ്ട് ആശയങ്ങൾ ധ്വനിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഇഹ്തിമാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ എന്ന് പറയുമ്പോൾ അതിന് ഒരു പ്രത്യേകമായ ശ്രദ്ധയും ഒരു ഫോക്കസും അതിൽ വരുത്താൻ വേണ്ടിയിട്ടാണ്. രണ്ട്, അള്ളാഹുവിനെ മാത്രം എന്ന് പറയുന്ന ഹസുറിന് വേണ്ടിയിട്ടുമാണ്. തഖ്ദീമു മാ ഹഖ്ഖുഹു അത്തഖീർ, സ്വാഭാവികമായും പിന്തിക്കേണ്ടതായ ഒന്നിനെ മുന്തിച്ചാൽ അതുകൊണ്ടുണ്ടായിത്തീരുന്ന അർത്ഥവ്യത്യാസം അൽ ഇഹ്തിമാം വൽ ഹസുർ, ഇഹ്തിമാമും ഹസുറും അതിന് വന്നു ചേരും എന്നുള്ളതാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ, അവനെ മാത്രം അഅ്ബുദ്, അവനു മാത്രം ഞാൻ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഇബാദത്ത് ചെയ്യാന്നുള്ളത് മനുഷ്യ മനസ്സിന്റെ ഒരു അടിസ്ഥാനമായ മൗലികമായ ഒരു ഭാവമാണ്. അത് മാറ്റിവെക്കാൻ സാധ്യമല്ല. അത് മനുഷ്യന്റെ പ്രകൃതത്തിൽ തന്നെ ഊട്ടിയുറപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അള്ളാഹു ഇല്ല എന്ന് നിഷേധിക്കുന്ന, വാക്കാൽ നിഷേധിക്കുന്ന ആളുകൾ പോലും അവര് അല്ലല്ലെങ്കിൽ അള്ളാഹുവിന്റെ സ്ഥാനത്ത് അതുപോലുള്ള മറ്റൊന്നിനെ, അതുപോലെ അവര് ദൈവമായി കാണുന്ന മറ്റൊന്നിനെ അവർ പ്രതിഷ്ഠിക്കുന്നു. എന്നിട്ട് അവർക്ക് തോന്നിയ രൂപത്തിലുള്ള ആരാധനകൾ അതിനോട് അവർ പ്രകടിപ്പിക്കുന്നു. അത് പ്രകടിപ്പിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം തന്റെ ജീവിതത്തിൽ അയാൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന നിസ്സഹായതകളിൽ, അയാളുടെ ജീവിതം കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ കാലുഷ്യത്തിന്റെ നിമിഷങ്ങളിൽ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ മനസ്സ് ഏതോ ഒരാശ്രയത്തിലേക്ക് തിരിയാതിരിക്കൂല. മനസ്സിന്റെ ആ ഭാവം അത് ആരാധനയുടേതാണ്. അത് ചിലപ്പോൾ കണ്ണുകളിൽ പ്രകടമാകും, ചിലപ്പോൾ കൈകൾ ഉയർന്നു എന്ന് വരും, ചിലപ്പോൾ അത് അദ്ദേഹത്തിന്റെ നാവുകളിലേക്ക് അത് വാക്കുകളായിട്ട് ഉതിർന്നു വീണു എന്ന് വരും, ചിലപ്പോൾ അത് മനസ്സിന്റെ ആ അവസ്ഥയിൽ തന്നെ ഒതുങ്ങി നിന്നു എന്ന് വരും. ഈ ഇബാദത്ത് അത് മനുഷ്യന്റെ നേച്ചറിലുള്ളതാണ്, മനുഷ്യന്റെ പ്രകൃതത്തിലുള്ളതാണ്. അത് ശരിയായ രൂപത്തിൽ നിർവഹിച്ചിട്ടില്ലെങ്കിൽ, അതിനർഹനായ ആൾക്ക് മാത്രം കൊടുക്കുകയും അത് ചെയ്യേണ്ട രൂപത്തിൽ അവൻ നിർദ്ദേശിച്ച രൂപത്തിൽ ചെയ്യുകയും ചെയ്തിട്ടില്ലെങ്കിൽ, അതിനെ കറക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, അർഹനായവനല്ലാത്ത മറ്റാളുകൾക്ക് കൂടി കൊടുക്കും. അപ്പൊ അത് ശിർക്കാകും. അവൻ നിർദ്ദേശിച്ച രൂപത്തിലല്ലാതെ തന്നിഷ്ടങ്ങൾ അനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ അത് ബിദ്അത്തുകളും അതുപോലെ തന്നെ അവനവൻ ഉണ്ടാക്കിയിട്ടുള്ള ദീനുമായി തീരും. ഈ രണ്ട് കാര്യത്തിനും ഞാൻ നിൽക്കുന്നില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ആരാധന അത് എന്റെ ജീവിതത്തിന്റെ, എന്റെ പ്രകൃതത്തിന്റെ അടിസ്ഥാന ഭാവമാണ്. എനിക്ക് ആരാധനാ മനോഭാവം ഏതെങ്കിലും ഒരുവനോട് കാണിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പൊ ഞാൻ ആരാധിക്കുന്നത് എന്നെയും എനിക്ക് ചുറ്റുമുള്ള ഈ മഹാപ്രപഞ്ചത്തെയും സൃഷ്ടിക്കുകയും ഉടമപ്പെടുത്തുകയും നിയന്ത്രിക്കുകയും പരിപാലിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഏകനായ അള്ളാഹുവിനെ മാത്രം, അവനെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ. ആ ആരാധന, അതിനെ ഞാൻ കളങ്കമില്ലാത്ത, യാതൊരു വിധത്തിലുള്ള കുറ്റമോ കുറവോ ന്യൂനതയോ ഇല്ലാത്ത, പൂർണ്ണമായും അവന് മാത്രമാക്കി തീർത്ത, മറ്റ് യാതൊരു ലക്ഷ്യവും അതിലേക്ക് കൂട്ടിക്കലർത്താത്ത മറ്റു താല്പര്യങ്ങൾ, ദുനിയാവിന്റെ താല്പര്യങ്ങൾ, ഭൗതികമായ ലക്ഷ്യങ്ങൾ അതിലേക്ക് കൂട്ടിക്കലർത്താത്ത ശുദ്ധമായ പരിശുദ്ധമായ ആ ആരാധന മുഖ്ലിസൻ ലഹു, അവന് മാത്രമാക്കി തീർക്കും. ദീൻ എന്ന രൂപത്തിൽ ഞാൻ ചെയ്യുന്നത്. ദീൻ എന്ന് പറയുന്നത് മാനദീനുല്ലാഹ ബിഹി, വളരെ സിമ്പിളാണ് അതിന്റെ താരീഫ്. അള്ളാഹുവിന് വഴിപ്പെടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന യാതൊരു കാര്യവും ദീനാണ്. ഇനി പരലോകത്തെത്തിക്കഴിഞ്ഞാൽ മാ യുദാനു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഒരു അടിയനോട്, ഒരു മനുഷ്യനോട്
അള്ളാഹു നീ എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല എന്ന് ചോദ്യം ചെയ്യുന്ന, അവനുമേൽ ചാർജ് ചെയ്യുന്ന, ചുമത്തപ്പെടുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണോ അതാണ് ദീൻ. ഇവിടെ അള്ളാഹ്ക്ക് വഴിപ്പെടാൻ വേണ്ടി നാം ചെയ്യുന്ന ഏതെല്ലാം കാര്യമുണ്ടോ അത് ദീനായിട്ടാണ് കൂട്ടുക. അത് ദീൻ എന്ന് പറയുന്ന ആ ഫോൾഡറിൽ അതാണ് വരുന്നത്. പരലോകത്ത് വരുമ്പോൾ നമ്മുടെ മേൽ ചുമത്തപ്പെടുന്ന കാര്യം, ഹിസാബിന്റെ വേദിയിൽ അള്ളാഹു നമ്മുടെ മേൽ ചുമത്തപ്പെടുന്ന യാതൊരു കാര്യവും അത് ദീനാണ്. മാനദീനുല്ലാഹ ബിഹി ഔ മാ യുദാനു ബിഹി അൽ അബ്ദു യൗമൽ ഖിയാമ. മാ യുദാനു ബിഹി അൽ അബ്ദു യൗമൽ ഖിയാമ. ആ ദീന് അത് അള്ളാഹ്ക്ക് മാത്രം, അതിൽ യാതൊരു തരത്തിലുള്ള കലർപ്പും യാതൊരു തരത്തിലുള്ള കളങ്കവും യാതൊരു പങ്കവും അതിലേക്ക് ഞാൻ കലർത്തില്ല. അതിനെ പരിശുദ്ധവും കുറ്റമറ്റതുമാക്കി ആയ നിലക്ക് അള്ളാഹ്ക്ക് മാത്രമാക്കി ഇബാദത്ത് ചെയ്യാനാണ് എന്നോട് കൽപ്പിച്ചിട്ടുള്ളത്. ഞാൻ അങ്ങനെ ഇബാദത്ത് ചെയ്യുള്ളൂ. എന്നാൽ ഈ പരമമായ സത്യം, ഈ അടിസ്ഥാനപരമായ യാഥാർത്ഥ്യം, അതിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടുള്ള ആളുകൾ അത് അവരെ സത്യത്തിലേക്ക് തിരിച്ചു വിളിക്കുമ്പോൾ അഹങ്കരിക്കുകയും അതിനെ നിഷേധിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവരോടൊന്നേ പറയാനുള്ളൂ, ഫഅ്ബുദു മാ ശിഅ്തും മിൻ ദൂനിഹി. ഫഅ്ബുദു, നിങ്ങൾ ഇബാദത്ത് ചെയ്തു കൊള്ളുക. മാ ശിഅ്തും, നിങ്ങൾ ഉദ്ദേശിച്ചതിന് നിങ്ങൾ ഇബാദത്ത് ചെയ്തു. നിങ്ങൾ ഉദ്ദേശിച്ച തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇബാദത്ത് ചെയ്തു. മിൻ ദൂനിഹി, അവന് പുറമെ, അള്ളാഹ്ക്ക് പുറമെ. നിങ്ങൾ പേരിന് അള്ളാഹിനെ ആരാധിക്കുന്നു എന്ന് പറയുന്നു, ഓക്കെ, അള്ളാഹിനെ ആരാധിക്കും. പിന്നെ അള്ളാഹിനെ ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അള്ളാഹ്ക്ക് പുറമെ ഒരുപാട് മധ്യസ്ഥന്മാരെ, ഒരുപാട് ഇടയാളന്മാരെ, ഒരുപാട് ശുപാർശകരെ, ഒരുപാട് വിഗ്രഹങ്ങളെ, ഒരുപാട് ബിംബങ്ങളെ, ഒരുപാട് ദേവന്മാരെ നിങ്ങൾ പൂജിക്കുന്നു, നിങ്ങൾ ആരാധിക്കുന്നു. അങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്നവരെ നിങ്ങൾ ആരാധിച്ചോളൂ എന്നേ നിങ്ങളോട് പറയാനുള്ളൂ. ആ കൽപ്പന ഫഅ്ബുദൂ മാ ശിഅ്തും മിൻ ദൂനിഹി എന്ന് പറയുന്നത് അവിടെ കൽപ്പനാരൂപത്തിലുള്ള വാക്കാണ് വന്നത്. ശ്രദ്ധിക്കുക, അബദ യഅ്ബുദു ഉഅ്ബുദ്, അബദല്ലാഹ യഅ്ബുദു, അബദ യഅ്ബുദു എന്ന് പറഞ്ഞാൽ ആരാധന ചെയ്തു. ഉഅ്ബുദ്, നീ ആരാധന ചെയ്യുക. അതിന്റെ ബഹുവചനമാണ് ഉഅ്ബുദ്, ഉഅ്ബുദ, ഉഅ്ബുദു. അതിലേക്ക് ഫാ ചേർത്തിട്ടുണ്ട്, അത്ഫ്, ഫഅ്ബുദു, അത് തഅഖീബിനുള്ളതാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ആരാധന ചെയ്യുക. മാ ശിഅ്തും, നിങ്ങൾ ഉദ്ദേശിച്ച വസ്തു, അത് കല്ലാകട്ടെ, കരടാകട്ടെ, കാഞ്ഞിരക്കുറ്റിയാകട്ടെ, മുള്ളാകട്ടെ, മുരടാകട്ടെ, മൂർക്കം പാമ്പാകട്ടെ, എന്തുമാകട്ടെ, നിങ്ങൾ ആരാധന ചെയ്തോളൂ. മിൻ ദൂനിഹി, അള്ളാഹ്ക്ക് പുറമെ. അപ്പൊ ഈ അമ്രിന് പറയാ അമ്രു തഖരീഇൻ വ തൗബീഖിൻ. അമ്രു തഖരീഇൻ വ തൗബീഖിൻ. അങ്ങനെ ചെയ്യുന്ന ആളുകളെ അധിക്ഷേപിക്കുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കൽപ്പനയാണത്. അല്ലാതെ ചെയ്യാൻ വേണ്ടിയിട്ട്, അവരോട് ആ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്, ത്വലബ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്ന ഒരു കൽപ്പനയല്ല. ഇവിടെ ഈ അമ്രു വന്നിരിക്കുന്നത് തഖരീഇന് വേണ്ടിയാണ്, അവരെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ തൗബീഖ് അവർ ചെയ്യുന്നത് വളരെ മോശം എന്ന് പറഞ്ഞ് അവരെ അധിക്ഷേപിക്കാൻ വേണ്ടിയാണ്. തഖരീഇന്റെയും തൗബീഖിന്റെയും മഖാമിലാണ് ഫഅ്ബുദു എന്നുള്ളത് അവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പോ ആ ആയത്തിന് തഫ്സീർ ഏതെങ്കിലും രൂപത്തിൽ നോട്ട് എടുക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവിടെ ഫഅ്ബുദു എന്ന് പറഞ്ഞാൽ അതിന് നിങ്ങൾ നോട്ട് എഴുതേണ്ടത് അത് അമ്രു തഖരീഇൻ വ തൗബീഖ്. തഖരീഇന്റെ അമ്രാണ്, തൗബീഖിന്റെ അമ്രാണ്. അല്ലാണ്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയല്ല. അങ്ങനെ നിങ്ങൾ ചെയ്തോളൂ, കാണിച്ചു തരാം എന്നുള്ള ഭീഷണിയാണ്, തഖരീആണ്. തൗബീഖ്, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് വളരെ മോശം എന്ന് പറയുന്നവരെ അധിക്ഷേപിക്കുന്ന ഒരു രൂപമാണ് അതിലുള്ളത്. അതേതുപോലെ സമാനമായിട്ടുള്ള കാര്യങ്ങൾ ഖുർആനിൽ വേറെയും നമുക്ക് കാണാൻ സാധിക്കും. കമാ ഖാല തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞിട്ടുണ്ട്, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. നബിയോട് പറയാൻ വേണ്ടിയിട്ട് ആജ്ഞാപിക്കുന്നു. അവരെയാണ് വിളിക്കേണ്ടത്. യാ അയ്യുഹൽ കാഫിറൂൻ, കാഫിറുകളെ, അവിശ്വാസികളെ. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുകയില്ല. വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്, ഞാൻ ആരാധിക്കുന്നവരെ അവരെ മാത്രം ആരാധിക്കുന്നവരല്ല നിങ്ങൾ. അതിനുള്ള തൗഫീഖ് നിങ്ങൾക്ക് കിട്ടിയിട്ടുമില്ല. വലാ അന ആബിദും മാ അബദ്തും,
നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നവരല്ല ഞാൻ. വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്, ഞാൻ ആരാധിക്കുന്നതിനെ ആരാധിക്കുന്നവരല്ല നിങ്ങളും. ലക്കും ദീനുക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, വലിയ ദീൻ, എനിക്ക് എന്റെ ദീൻ, വലി എനിക്ക് ദീൻ, എന്റെ മതം. ഈ അർത്ഥത്തിലാണ് സൂറത്തുൽ കാഫിറൂൻ നമ്മൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തൗഹീദിന്റെ ഒരു ഭാഗമാണത്. സൂറത്തുൽ ഇഖ്ലാസ് തൗഹീദിന്റെ മറ്റൊരു രൂപമാണ്. അതേ സന്ദർഭത്തിൽ അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്നു എന്ന് പറയുന്ന അതേ സന്ദർഭത്തിൽ തന്നെ അൽ ബറാഅത്തു മിനശ് ശിർക്കി വഅഹ്ലിഹി, ഷിർക്കിൽ നിന്നും ഷിർക്കിന്റെ ആളുകളിൽ നിന്നും തീർത്തും നമ്മൾ കഴിവ് പറയണം, ഒഴിഞ്ഞു മാറണം. ആ ബറാഅത്ത് രേഖപ്പെടുത്തുന്ന അധ്യായമാണ് സൂറത്തുൽ കാഫിറൂൻ. അതുകൊണ്ടാണ് നമസ്കാരത്തിലും മറ്റു സന്ദർഭങ്ങളിലും സൂറത്തുൽ ഇഖ്ലാസിന്റെ കൂടെ സൂറത്തുൽ കാഫിറൂൻ പാരായണം ചെയ്യാൻ കൽപ്പന വന്നിട്ടുള്ളത്. സൂറത്തുൽ ഇഖ്ലാസിൽ നമ്മൾ ആരാധന ചെയ്യേണ്ടത് ആരെയാണോ അവൻ ആരാണ് എന്ന കാര്യം നിർവചിക്കുകയാണ്. ഹുവല്ലാഹു ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. തൗഹീദ് പൂർണ്ണമാകണമെങ്കിൽ അള്ളാഹിനെ ആരാധിച്ചു, അള്ളാഹ്ക്ക് മാത്രം ആരാധന കൊടുത്തു എന്ന് പറഞ്ഞിരുന്നാൽ പോരാ. അതിന്റെ കൂടെ അൽ കുഫ്റു ബിമാ യുഅ്ബദു മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന വ്യാജന്മാരെ, കള്ളന്മാരെ തള്ളിപ്പറയണം. അവർക്ക് നൽകുന്ന ഇബാദത്തുകളെ നിരാകരിക്കണം. അങ്ങനെ ഇബാദത്ത് ചെയ്യുന്ന ഷിർക്ക് വച്ചുകൊണ്ട് ഷിർക്ക് ചെയ്യുന്ന ഷിർക്കിന്റെ ആളുകളെ അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറണം, അവരിൽ നിന്ന് ബറാഅത്ത് രേഖപ്പെടുത്തണം. ആ ബറാഅത്തു മിനശ് ശിർക്കി വഅഹ്ലിഹി, അതാണ് യഥാർത്ഥത്തിൽ സൂറത്തുൽ കാഫിറൂനിന്റെ പ്രമേയം. ആ പ്രമേയത്തിൽ വന്ന അതേ കാര്യം തന്നെയാണ് ഫഅ്ബുദൂ മാ ശിഅ്തും മിൻ ദൂനിഹി, അള്ളാഹുവിന് പുറമെ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്തോളൂ എന്ന് പറയുന്നത്. അത് ഇബാദത്ത് ചെയ്യാൻ ആവശ്യപ്പെടലല്ല, മറിച്ചു അംറു തഖ്രീഇൻ വതൗബീഖിൻ, അവരെ ഭീഷണിപ്പെടുത്തുകയും അവർ ചെയ്യുന്നത് വളരെ തെറ്റാണെന്ന് അധിക്ഷേപിക്കുകയും ചെയ്യുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം പിന്നെ തുടർന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്ത് പൂർത്തീകരിക്കുന്നത് ഖുൽ ഇന്നൽ ഖാസിരീൻ അല്ലദീന ഖസറു അൻഫുസഹും വ അഹ്ലീഹിം യൗമൽ ഖിയാമ അലാ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. അലാ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. പറയുക, ഇന്നൽ ഖാസിരീന, പരാജിതർ, നഷ്ടപ്പെട്ട ആളുകൾ. ഖസിറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നഷ്ടം സംഭവിക്കുക. ഖാബ വ ഖസിർ, അറബിയിൽ രണ്ട് വാക്കുകളും എപ്പോഴും ചേർത്ത് പ്രയോഗിക്കുന്ന രണ്ട് വാക്കുകളാണ്. ഖാബ വ ഖസിർ, ഹദീസുകളിലൊക്കെ ധാരാളം അങ്ങനെ പ്രയോഗങ്ങൾ വന്നിട്ടുണ്ട്. ഖാബ എന്ന് പറഞ്ഞാൽ ഐ ഖൈബത്തു അമലിൻ, ഇച്ഛാഭംഗം സംഭവിക്കുക. താൻ ആഗ്രഹിച്ച കാര്യം നടക്കാതെ പോകുന്നതിനാണ് ഖൈബത്ത്, ഖൈബത്ത് എന്ന് പറയുന്നത്. ഖസിറ എന്ന് പറഞ്ഞാൽ കൈവിട്ടു പോവുക. നമ്മൾ ഉദ്ദേശിച്ചതെന്തോ അത് നമുക്ക് നേടാനാവാതെ കൈവിട്ടു പോവുക, പരാജയപ്പെട്ടു പോവുക, നഷ്ടപ്പെട്ടു പോവുക. നഷ്ടകാരി, ഖാസിർ നഷ്ടപ്പെട്ടവൻ, നഷ്ടകാരിയാണ്. ഖുൽ, ഒന്ന് പറഞ്ഞേക്കു നബിയെ അവരോട്, ഇന്നൽ ഖാസിരീൻ, തീർച്ചയായും യഥാർത്ഥമായ പരാജിതർ, നഷ്ടകാരികൾ. അൽ ഖാസിരീൻ, യഥാർത്ഥമായ ഖാസിരീങ്ങൾ, ശരിയായ ഖാസിരീങ്ങൾ. ഹഖീഖത്തൻ ഹും, അതിന്റെ വ്യാഖ്യാനം ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി ചെറിയ വാക്കുകൾ അവിടെ ചേർത്തു. ഇന്നൽ ഖാസിരീൻ എന്നവിടെ പറഞ്ഞാൽ ഹഖീഖത്തൻ, യഥാർത്ഥത്തിൽ, റിയലി, യഥാർത്ഥത്തിൽ ആരാണ് നഷ്ടകാരികൾ, ആരാണ് പരാജിതർ? ഹും, അത് ഒരുത്തരാണ്. ആരാണവർ? അല്ലദീന ഖസിറു അൻഫുസഹും, അവർക്ക് അവരുടെ നഫ്സ് നഷ്ടമായിട്ടുണ്ട്. അവർക്ക് അവരുടെ നഫ്സ് നഷ്ടമായിട്ടുണ്ട്. ഖസിറു, അവർക്ക് നഷ്ടമായിട്ടുണ്ട്. എന്താണ് അവർക്ക് നഷ്ടമായിട്ടുള്ളത്? അവർ ഹാസിര്യങ്ങളായിട്ടുണ്ട്. ഏത് കാര്യത്തിൽ? അവരുടെ നഫ്സിന്റെ കാര്യത്തിൽ. അവരുടെ നഫ്സിന്റെ കാര്യത്തിലുള്ള നഷ്ടം എന്താണ്?
പരലോകത്ത് വരുമ്പോൾ അവരുടെ നഫ്സ് നരകത്തിലെറിയപ്പെടുന്നു. ആ നരകത്തിൽ അവർ ഖാലിദീങ്ങളാകുന്നു. ആ നരകത്തിൽ അവർ ഖാലിദീങ്ങളാകുക മാത്രമല്ല, ഹുലൂദൻ അബദിയൻ, പിന്നൊരു തിരിച്ചു വരവില്ലാത്ത അബദിയായ ഹുലൂദിൽ കഴിച്ചു കൂട്ടേണ്ടി വരുന്നു. അവരാണ് യഥാർത്ഥത്തിൽ ഹുസ്റാൻ സംഭവിച്ചിട്ടുള്ള ആളുകൾ. എന്ന് വെച്ചാൽ എങ്ങനെ? അതിന്റെ വ്യാഖ്യാനം നോക്കൂ. ഹൈസു, വെറാസ്, എപ്രകാരം എന്ന് വെച്ചാൽ ഹറമൂഹ അസ്സവാബ്, അവരവരുടെ ആത്മാക്കൾക്ക്, അവരവരുടെ നഫ്സുകൾക്ക് നിഷേധിച്ചു അസ്സവാബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ള മഹത്തായ പ്രതിഫലമുണ്ട്. ഇവിടെ ഈ ചെറിയ ഒരു കാലയളവിലുള്ള ജീവിതത്തിൽ അവന്റെ നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട്, അവന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട്, അവന്റെ വിലക്കുകൾ മാനിച്ചുകൊണ്ട്, അവൻ പറഞ്ഞ കാര്യങ്ങൾ സത്യപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ജീവിക്കുകയാണെങ്കിൽ അത്തരം ആളുകൾക്ക് അള്ളാഹു അവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത് മാലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖത്തറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യന്റെ കണ്ണും ഇന്നോളം കണ്ടിട്ടില്ലാത്ത, ഒരു ചെവിയും ഇന്നോളം കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെയും ഭാവനയിൽ, ബുദ്ധിയിൽ ഇതുവരെ ഉദയം ചെയ്തിട്ടില്ലാത്ത അത്ര വലിയ സുഖാനന്ദങ്ങളാണ് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. അത് അവരവരുടെ ശരീരത്തിന് നിഷേധിച്ചവരാണ്. ഹറമൂഹ, ആ നഫ്സുകൾക്ക് അവർ നിഷേധിച്ചു. അസ്സവാബ്, അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള സവാബ്, പ്രതിഫലം അവർ നിഷേധിച്ചു. വസ്തഹഖത്ത് ബിസബബിഹിം വഖീമൽ ഇഖാബ്, വസ്തഹഖത്ത്, അവരുടെ നഫ്സുകൾ അർഹരായി, ഇസ്തഹഖ യോഗ്യരായി, അർഹരായി, ബിസബബിഹിം അവർ കാരണത്താൽ, അഥവാ ഈ ലോകത്തുള്ള അവരുടെ ജീവിതവും അവരുടെ ചെയ്തികളും അവരുടെ നടപടികളും കാരണത്താൽ അവരുടെ നഫ്സ് അർഹമായി തീർന്നത്. ഏതിനാണ് അർഹമായി തീർന്നത്? വലിയ പ്രതിഫലം കിട്ടേണ്ട സ്ഥാനത്ത് വഖീമൽ ഇഖാബ്, ശിക്ഷയിൽ ഏറ്റവും ദാരുണമായ ശിക്ഷക്ക് അവർ അർഹരായി തീർന്നു. ഇഖാബ്, ശിക്ഷ. വഖീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഭയാനകമായ അതിദാരുണമായിട്ടുള്ള കാര്യത്തിനാണ് വഖീം. അപ്പൊ വഖീമുൽ ഇഖാബ് എന്ന് പറയും, ശിക്ഷയിൽ അതിദാരുണമായിട്ടുള്ള ശിക്ഷ. ആ ശിക്ഷക്ക് അവർ കാരണത്താൽ അവരുടെ നഫ്സുകൾ, അവരുടെ ആത്മാക്കൾ അർഹരായി തീരേണ്ടി വന്നു. യഥാർത്ഥത്തിൽ രണ്ട് നഷ്ടമാണ്. ഒന്ന്, അവർ ഈ ദുനിയാവിൽ നല്ല നിലക്ക് ജീവിച്ചിരുന്നുവെങ്കിൽ അവർക്ക് അള്ളാഹു അവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത് മാലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖത്തറ അലാ ഖൽബി ബശർ, അത്രയും വലിയ ആ സുഖാനന്ദങ്ങൾ അതവർക്ക് നിഷേധിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, അതിനെല്ലാം പുറമെ അതിനഭിമുഖമായി അവർക്ക് അവിടെ ശിക്ഷയും ഏൽക്കേണ്ടി വന്നു. ആ ശിക്ഷ ചെറിയ ശിക്ഷയല്ല. വഖീമൽ ഇഖാബ്, വളരെ ദാരുണമായ ശിക്ഷ, അതിന് അവർ അർഹരായി തീരുകയും ചെയ്തു. അപ്പൊ അവർ ആ വിധത്തിൽ അവരുടെ നഫ്സിനെ അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞവരാണ്. അവർക്ക് അവരുടെ നഫ്സ് നഷ്ടമായി പോയി. വഅഹ്ലീഹിം, അവരുടെ നഫ്സ് മാത്രമല്ല, വഅഹ്ലീഹിം, അവരുടെ അഹ്ലുകാരെയും അവരുടെ വീട്ടുകാരെയും അവർക്ക് നഷ്ടമായി പോയി. വീടുകാരെ നഷ്ടമായി പോയി എന്ന് പറഞ്ഞാൽ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ തന്റെ വീട്ടുകാര്, തന്റെ കുടുംബങ്ങൾ നഷ്ടമായി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അവർ അർഹമായിരുന്നത്, ഇവര് നല്ലവരായ ആളുകളായി, വിശ്വാസികളും സുഹൃതങ്ങൾ അനുഷ്ഠിക്കുന്നവരുമായ സജ്ജനങ്ങളായി ജീവിച്ചിരുന്നുവെങ്കിൽ, അവരുടെ ഭാര്യമാരും അവരുടെ മക്കളും വിശ്വാസത്തിൽ അവരെ പിന്തുടർന്നിരുന്നുവെങ്കിൽ പരലോകത്ത് അവരെ ഏറ്റവും നല്ല രൂപത്തിൽ ഇവർക്ക് അള്ളാഹു തിരിച്ചു കൊടുക്കുമായിരുന്നു. അൽഹഖ്നാ ബിഹിം ദുർരിയ്യതഹും, അവരോടൊപ്പം അവരുടെ പരമ്പരകളെ, അവരുടെ കുടുംബത്തെ അള്ളാഹു ചേർത്തി കൊടുക്കുന്ന പറഞ്ഞത്. അങ്ങനെ അവരോടൊപ്പം സന്തോഷത്തിന്റെ നിമിഷങ്ങൾ പരലോകത്ത് പങ്കുവെക്കേണ്ടിയിരുന്ന ആളുകൾ അതവർക്ക് കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഈ അഹലുകൾ അവരും തമ്മിൽ വേർപിരിക്കപ്പെടും. ഐ ഫുർരിഖ ബൈനഹും വബൈനഹും, ഫുർരിഖ സെപ്പറേറ്റ് ചെയ്യപ്പെടും, വേർപിരിക്കപ്പെടും. ബൈനഹും, ഇങ്ങനെ തെറ്റ് ചെയ്ത് മോശമായി ജീവിച്ചിട്ടുള്ള ആളുകളും, വബൈനഹും വബൈന അഹ്ലിഹിം, അവരുടെ വീട്ടുകാരെയും അവർ തമ്മിൽ ഒന്നും ഉണ്ടാവില്ല. അവർ തമ്മിൽ അവിടെ യാതൊരു ബന്ധം ഉണ്ടാവില്ല. എന്നല്ല, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പറയുകയും തൊഴിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ പഴപ്പിച്ചതും കൂടി ഇയാളാണ്,
ഇയാൾ കാരണമാണ് ഞങ്ങൾക്ക് ഈ ദുരിതം വന്നത് എന്ന് കുടുംബം, മക്കൾ, ഭാര്യ പോലുള്ളവർ പറയുന്നു. എന്നാൽ ഈ ഭാര്യമാരെയും മക്കളെയും സംബന്ധിച്ച് ഇവർ അധിക്ഷേപിച്ചു പറയുന്നു, ഇവർക്കൊക്കെ വേണ്ടിയാണ് ഞാൻ എൻ്റെ ജീവിതം അവിടെ തുലച്ചത്, അവിടെ അവസാനം എനിക്ക് ഇവിടെ ഇല്ലാതായി അവിടെ ഇല്ലാതായി തീർന്നു എന്നങ്ങട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തൊഴിച്ചും പഴിച്ചും അവർ കാലം കഴിച്ചു കൂട്ടേണ്ടി വരും. അവർക്കൊരിക്കലും തമ്മിൽ യാതൊരു യോജിപ്പില്ല, അവരെ തമ്മിൽ വേർപിരിക്കുക തന്നെ ചെയ്യും. വഷ്തദ്ദ അലൈഹിമുൽ ഹുസ്ൻ, അവരുടെ ദുഃഖം കഠിനമായി തീരും. ഇഷ്തദ്ദ ശദീദായി തീർന്നു. ഇഷ്തദ്ദ അത് ഇഫ്താല വസ്നാണ്. ഷദീദ്, ഷദീദ് എന്ന് പറഞ്ഞാൽ കഠിനം, കഠിനമായത്. ഇഷ്തദ്ദ അതികഠിനമായി തീർന്നു. അലൈഹിം അവരുടെ മേൽ അൽ ഹുസ്ൻ സങ്കടം. പിന്നെ അവിടെ അവർ കാണുന്ന സങ്കടം അത് കഠിനമാണ്. എന്നാൽ ഈ ദുനിയാവിൽ ചെറിയൊരു കാലയളവിൽ അള്ളാഹനെ സൂക്ഷിച്ച് ജീവിച്ച ആളുകളാണെങ്കിൽ, അവരുടെ വിശ്വാസത്തിൽ അവരെ പിന്തുടർന്നിട്ടുള്ളവരുടെ കുടുംബങ്ങളാണെങ്കിൽ അവരും അവരുടെ കുടുംബങ്ങളും സ്വർഗത്തിലാണ്. ഫി ഗുറുഫാത്തിൻ ആമിനീൻ, അവിടുത്തെ ആ സ്വർഗത്തിന്റെ ചേംബറുകളിൽ വളരെ സുരക്ഷിതമായിട്ട് സർവാനന്ദങ്ങളും ആസ്വദിച്ചുകൊണ്ട് അവരങ്ങനെ നിർഭയമായി കഴിച്ചു കൂട്ടുകയാണ്. അതിന് പകരം അത് നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, അവർ നരകത്തിലേക്ക് പോകേണ്ടി വന്നു. നരകത്തിലേക്ക് പോകേണ്ടി വന്നു എന്ന് മാത്രമല്ല, നരകത്തിൽ അവരും ഇവരും തമ്മിൽ വേർപിരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അവർ തമ്മിലൊരു സ്നേഹമല്ല, അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിക്കുകയും തൊഴിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണുള്ളത്. വഅളുമൽ ഖുസ്റാൻ, അത് മുഖേന അവർക്കുണ്ടാകുന്ന നഷ്ടം, പരാജയം, നഷ്ടം അത് വളരെ വലുതുമായി തീർന്നു. വലിയ നഷ്ടം, വലിയ പരാജയം അത് മുഖേന അവർക്കുണ്ടാവുകയും ചെയ്തിരിക്കുന്നു. അലാ, അലാ എന്നുള്ളത് ഇസ്മു ഫിഇലിൻ ബിമഅനൽ ഫിഇൽ വഫി സീഗത്തിൽ ഇസ്ം. മഅന നോക്കിയാൽ അതിന് ക്രിയയുടെ, പ്രത്യേകിച്ചൊരു അമ്രിന്റെ കൽപ്പനാരൂപത്തിലുള്ള ക്രിയയുടെ അർത്ഥം അതിന് വരും. എന്നാൽ വാക്കിന്റെ ഫോർമേഷനും അതിന്റെ സ്ട്രക്ചറും നോക്കിയിട്ടുണ്ടെങ്കിൽ ഫിഇലിന്റെ യാതൊരു ലക്ഷണമല്ല, അതൊരു ഇസ്മിന്റെ രൂപത്തിൽ കാണും. അതുകൊണ്ട് അതിന് നമ്മൾ പറയും ട്രാൻസ്ജെൻഡർ എന്നൊക്കെ പറഞ്ഞ മാതിരി ഇസ്മു ഫിഇൽ എന്നാണ് അതിന് സാധാരണ കൊടുക്കുന്ന വ്യാകരണത്തിൽ പറയുന്നത്. ഇത് ഇസ്മു ഫിഇലാണ്, ആൺപെണ്ണാണ്. ഇസ്മാണോ ഇസ്മാണ്, ഫിഇലാണോ ഫിഇലാണ്, ഇസ്മല്ലേ ഇസ്മല്ല, ഫിഇലല്ലേ ഫിഇലല്ല. അങ്ങനത്തെ ഒരു വാക്കാണ് അല. അല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിമഅന ഇഅ്ലമു, നിങ്ങൾ അറിയുക. ذَلِكَ هُوَ الْخُسْرَانُ الْمُبِينُ, അവൻ തന്നെയാണ് അൽ ഖുസ്റാൻ, നഷ്ടപ്പെട്ടവൻ, പരാജയപ്പെട്ടവൻ, അൽ മുബീൻ വ്യക്തമായും. അല്ലദീ ലൈസ മിസ്ലഹു ഖുസ്റാൻ, അല്ലദീ ലൈസ മിസ്ലഹു അവനെ പോലെയില്ല, ഖുസ്റാൻ വേറെ ഒരു നഷ്ടകാരിയില്ല, സമാനതകളില്ലാത്ത ഒരു നഷ്ടകാരിയാണവൻ. അവനാണ് ഏറ്റവും വലിയ നഷ്ടകാരി. അവനെ പോലെ മറ്റൊരു നഷ്ടകാരിയില്ല, സമാനതകളില്ലാത്ത നഷ്ടക്കാരനാണ് അവൻ. വഹുവ ഖുസ്റാൻ, അത് ഒരു പരാജയമാണ്. എങ്ങനെയുള്ള പരാജയമാണ്? മുസ്തമിർ, ഖുസ്റാനുൻ മുസ്തമിർ. ആ പരാജയം ഇനി തീരൂല, അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇസ്തമറ എന്ന് പറഞ്ഞാൽ തുടർന്ന് പോവുക. മുസ്തമിർ അതിന്റെ ഇസ്മു ഫിഇല, അതിന്റെ ഇസ്മു ഫാഇലാണ്. അപ്പൊ അജക്റ്റീവ് പോലെ വരും. മുസ്തമിർ എന്നുമെന്നും തുടർന്നു പോകുന്ന ഒരു പരാജയമാണ്. ലാ റിബ്ഹ ബഅദഹു, അതിനുശേഷം എന്തെങ്കിലും ഒരു നേട്ടം, ഈ നഷ്ടം പോയിട്ട് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാകുമോ? ഉണ്ടാവില്ല. ബൽ വല സലാമ, നേട്ടം പോകട്ടെ, ഒരു രക്ഷ, ഒരു ആശ്വാസം, ഒരു സമാധാനം പോലും ഉണ്ടാവില്ല. ഇതാണ് ആയത്തിന് കൊടുത്തിട്ടുള്ള അർത്ഥം. ഒന്നുകൂടെ സഅദി നൽകിയിട്ടുള്ള വ്യാഖ്യാനത്തിലൂടെ കണ്ണോടിച്ചാൽ വേറെ വിശദീകരണം ഒന്നും ആവശ്യമല്ല. ഖുലില്ലാഹ അഅ്ബുദു മുഖ്ലിസൻ ലഹു ദീനി. ഇവിടൊക്കെ ഭാഷ പഠിച്ചെങ്കിൽ മാത്രമേ ഇതിന്റെ പ്രാഥമികമായ അർത്ഥം വളരെ വ്യക്തമാണ്, അത് നമുക്കൊക്കെ അറിയാം. പക്ഷെ ആ പ്രാഥമികമായ അർത്ഥത്തിലധികം അതിന്റെ ദ്വിതീയവും തൃതീയവുമായിട്ടുള്ള അതിന്റെ സെക്കൻഡറി മീനിങ്സ്, അതാണ് അതിൽ വളരെ പ്രധാനം. അല്ലാഹ എന്ന് മുന്തിച്ചത് കൊണ്ട് വന്നു ചേരുന്ന അർത്ഥം ഓർമ്മ വേണം. അഅ്ബുദു എന്നുള്ളത് അള്ളാഹുവിലേക്ക് ചേർക്കുമ്പോൾ അതിന്റെ അർത്ഥം നമുക്ക് ഓർമ്മ വേണം.
പിന്നെ മുഖ്ലിസൻ, ഇഖ്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥത എന്ന് അർത്ഥം പറഞ്ഞു പോയാൽ ഒരു കാര്യം കിട്ടൂല. വൽ ഇഖ്ലാസ് ഹുവ ഇഫ്രാദുല്ലാഹി ബിൽ ഇബാദ. അത് അള്ളാഹ്ക്ക് ഞാൻ ഇഖ്ലാസോട് കൂടിയിട്ട് അവനെ മാത്രമായി ഇബാദത്ത് ചെയ്യും. അവന് ഞാൻ ഇഖ്ലാസ് കാണിക്കുന്നത് ഏത് കാര്യത്തിലാണ്? ദീനി, എന്റെ ദീൻ കാര്യമാണ്. ദീൻ എന്ന് പറഞ്ഞാൽ മാന ദീനുല്ലാഹ ബിഹി, അതല്ലെങ്കിൽ ഔ മാ യുദാനു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ ഫഅബ്ദു മാ ശിഅ്തും മിൻ ദൂനിഹി. ഞാൻ അങ്ങനെയാണ് ചെയ്യുക. എന്നാൽ പറഞ്ഞ കാര്യങ്ങൾക്ക് ചെവിക്കൊടുക്കാതെ നബിമാരെ നിഷേധിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന കാഫറുകളോട് പറഞ്ഞേക്കൂ, അവരോട് ഒരു ഭീഷണിയുടെ സ്വരത്തിൽ, അവരെ ഒരു അധിക്ഷേപത്തിന്റെ സ്വരത്തിൽ അവരെ അറിയിക്കാൻ വേണ്ടി പറയുന്നു. ഫഅബ്ദു മാ ശിഅ്തും മിൻ ദൂനിഹി, അള്ളാഹുവിന് പുറമെ നിങ്ങൾ എന്തിനെയാണോ ഉദ്ദേശിക്കുന്നത് അതിനെ നിങ്ങളും ആരോധിച്ചു, ഒന്നും വരാനില്ല. കമാ ഖാല തആല, അതിനെക്കുറിച്ച് അള്ളാഹു വേറെ മറ്റു സൂറത്തുകളിൽ പറഞ്ഞതുപോലെയാണ്. അവിടെ ഉഅ്ബുദു എന്ന് പറയുന്നത് ആ അംറു തഖ്രീഇൻ വ തൗബീഹ്, അത് അധിക്ഷേപത്തിന്റെ സ്വരത്തിൽ വന്നിട്ടുള്ള ഒരു അമ്രാണ്, അത് ഭീഷണിയുടെ സ്വരത്തിൽ വന്നിട്ടുള്ള ഒരു അമ്രാണ്. അതേതുപോലെ യാ അയ്യുഹൽ കാഫിറു ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും അഅ്ബിദൂന മാ അഅ്ബുദു വലാ അന അഅ്ബിദു മാ അബദ്തും വലാ അൻതും അഅ്ബിദൂന മാ അഅ്ബുദു ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന ബറാഅത്ത് പറയുന്ന ആ ബറാഅത്ത് പോലെ അൽ ബറാഅത്തു മിനശ് ശിർക്കി വഅഹ്ലിഹി, ശിർക്കിൽ നിന്നും ശിർക്കിന്റെ ആളുകളിൽ നിന്നും നമ്മൾ തീർത്തും ഒഴിവാണ് എന്ന കാര്യം പ്രഖ്യാപിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ള സൂറത്തുൽ കാഫിറൂനിൽ പറഞ്ഞതുപോലെയാണ് ഇവിടെയും ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനുശേഷം പറഞ്ഞു ഖുൽ ഇന്നൽ ഖാസിരീൻ ഹഖീഖത്തൻ ഹും അൽ ഖാസിരീന ഹഖീഖത്തൻ, യഥാർത്ഥത്തിൽ പൂർണാർത്ഥത്തിൽ നഷ്ടകാരി എന്ന് പറയുന്നവർ, നഷ്ടകാരികൾ എന്ന് പറയുന്നവർ, ഹും അല്ലദീന ഖസറു അൻഫുസഹും, അവർക്ക് അവരുടെ നഫ്സ് തന്നെ നഷ്ടമായിട്ടുണ്ട്. അവർക്ക് അവരുടെ നഫ്സ് നഷ്ടമായി എന്ന് പറഞ്ഞാൽ രണ്ട് മുനയാണ് അതിനുള്ളത്. ഒന്ന് ഹൈസു ഹറമൂഹ അസ്സവാബ്, അവരുടെ നഫ്സിന് പരലോകത്ത് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ള ഒരു കണ്ണും കാണാത്ത ചെവിയും കേൾക്കാത്ത ഭാവനയിൽ ഒതുക്കാൻ കഴിയാത്ത ആ വലിയ ആനന്ദത്തിന്റെയും സൗകര്യത്തിന്റെയും സുഖസൗകര്യത്തിന്റെയും സവാബ് പ്രതിഫലം അത് അവരുടെ നഫ്സിനെ നിഷേധിച്ചു. അത് ഒരു മുന. രണ്ടാമത്തെ എഡ്ജ് എന്താണെന്ന് ചോദിച്ചാൽ വസ്തഹഖത്ത് ബിസബബിഹിം വഖീമൽ ഇഖാബ്, അവരുടെ ഈ തെറ്റായ ജീവിത രീതി, തെറ്റായ നടപടി കാരണത്താൽ അവരുടെ നഫ്സ് അർഹരായത് ഏതിനാണ്? വഖീമൽ ഇഖാബ്, ശിക്ഷയല്ല, അതിദാരുണമായ ശിക്ഷയ്ക്ക് അവര് അർഹരായിത്തീരുകയും ചെയ്തു. പിന്നെ അവർക്ക് നഷ്ടം സംഭവിച്ചത് അംഫുസഹും, അവരുടെ നഫ്സ് മാത്രമല്ല അവർക്ക് കൈവിട്ടു പോയത്, നഷ്ടമായി പോയത്, വഅഹ്ലിഹിം, അവരുടെ കുടുംബവുമാണ്. യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവരുടെ കുടുംബം അവർക്ക് നഷ്ടമായി പോയത് ഐ ഫുർരിഖ ബൈനഹും വബൈനഹും, ഇവരെയും അവരെയും തമ്മിൽ വേർപിരിച്ചു. വിശ്വാസികളാണെങ്കിൽ അവരെ ചേർത്ത് കൊടുത്തു, അവിശ്വാസികളായതുകൊണ്ട് വേർപിരിച്ചു. മാത്രമല്ല ഇവരും അവരും തമ്മിൽ അവിടെ പരലോകത്ത് വെച്ച് കണ്ടുമുട്ടുമ്പോൾ ഒരു വാപ്പയും മകനും ഭാര്യയും ഭർത്താവും എന്നുള്ള അർത്ഥത്തിലല്ല, പരസ്പരം ശത്രുക്കളാണ്. അല്ലഹില്ലാഉ ബൈനഹും, ഏറ്റവും വലിയ സുഹൃത്തുക്കളും വലിയ ബന്ധുക്കളുമായിരുന്ന ആളുകൾ അവർ ശത്രുക്കളായി പരിണമിക്കുന്നു. ഖിയാമത്ത് നാളിൽ അവർ ശത്രുക്കളായി തീരും. ഇല്ലൽ മുത്തഖീൻ, മുത്തഖീങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള ആളുകൾ പരലോകത്ത് ശത്രുക്കളായിട്ടാണ് വരിക. ഭാര്യ ഭർത്താവിന്റെ ശത്രു, ഭർത്താവ് ഭാര്യയുടെ ശത്രു, വാപ്പ മകന്റെ ശത്രു, മകൻ വാപ്പാന്റെ ശത്രു, ഇങ്ങനെയാണ് അവിടെ കാണുക. എന്നിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പറയുകയും തൊഴിക്കുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. എന്ന് മാത്രമല്ല അവർക്കിടയിലുള്ള ബന്ധങ്ങൾ ഫല അൻസാബ ബൈനഹും യൗമഇദിൻ വലാ യതസാഅലു, യാതൊരു ബന്ധവും നിലനിൽക്കുന്നില്ല, അവർക്കിടയിൽ വേർപിരിക്കുന്നു. അത് അപ്പോ അവർക്ക് നഷ്ടമായി, നഫ്സ് നഷ്ടമായത്, സവാബ് നഷ്ടപ്പെട്ടു, ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. അഹ്ല് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവരെ തമ്മിൽ വേർപിരിച്ചു, അവർ തമ്മിലുണ്ടായിരുന്ന ഒരു സ്നേഹബന്ധവും നിലനിൽക്കുന്നുമില്ല എന്നല്ല, ശത്രുതാ മനോഭാവം നിലനിൽക്കുന്നുമുണ്ട്. വഷ്തദ്ദ അലൈഹിമുൽ ഹുസ്ൻ, അവരുടെ സങ്കടവും ദുഃഖവും കഠിനമായി തീർന്നു. വഅദുമൽ ഹുസ്റാൻ, അത് മുഖേന അവരുടെ പരാജയം, അവരുടെ നഷ്ടം ഭയങ്കരമായി തീർന്നു, വലുതായി തീർന്നു. അലാ ദാലിക ഹുവൽ ഹുസ്റാനുൽ മുബീൻ, നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, ദാലിക, അത് അവൻ ഹുവൽ ഹുസ്റാനുൽ മുബീൻ, അവൻ തന്നെയാണ് വ്യക്തമായ നഷ്ടകാരി.
എന്ന് വെച്ചാൽ അല്ലദീ ലൈസ മിത്ലഹു ഖുസ്റാൻ, അവനെപ്പോലെ ഒരു നഷ്ടകാരി വേറെയില്ല. വഹുവ ഖുസ്റാനുൻ മുസ്തമിർ, അവൻ പരാജയപ്പെട്ടവൻ. ഖുസ്റാനുൻ മുസ്തമിർ, അവന്റെ പരാജയം എന്ന് പറയുന്നത് അത് തുടർന്നു പോകുന്ന, കണ്ടിന്യൂ ചെയ്യുന്ന പരാജയമാണ്. ലാ റിബ്ഹ ബഅദഹു, ശേഷം ഒരു നേട്ടം പ്രതീക്ഷിക്കാനില്ല. ബൽ വലാ സലാമ, നേട്ടം മാത്രമല്ല ഒരു ആശ്വാസമോ സമാധാനമോ വരുമെന്ന് പ്രതീക്ഷിക്കാനും ഇല്ല. ഇതാണ് അതിന്റെ കാര്യം. അപ്പൊ ഇവിടെ വെച്ച് നിർത്താം. വബിഹാദിൽ ഖദ്രി യക്തഫിൽ യൗം വസ്അലുല്ലാഹൽ അളീം റബ്ബൽ അർശിൽ അളീം അൻ യതവല്ലാനാ ജമീഅൻ ഫിദ്ദുനിയ വൽ ആഖിറ ഇന്നഹു സമീഉൻ ഖരീബുൻ മുജീബ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.